ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് ഒരു ബൗളിലോട്ട് കുറച്ച് തൈരും പിന്നെ നമ്മൾ ചുരക്കിയുണ്ടല്ലോ, ബോട്ടിൽ ഗോഡ്, അതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചക്കറി കിറ്റിൻ്റെ കൂടെ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊരു പീസ് ചുരക്ക കിട്ടുമല്ലോ. അപ്പോൾ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ റൗണ്ടായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് കനം കുറച്ച് റൗണ്ടാക്കി കട്ട് ചെയ്യരുത്, കുറച്ച് കനത്തോടു കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തെ ആ വലിയ വലിയ കുരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കളയണം. അപ്പോൾ ആദ്യം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തെ ആ വലിയ കുരുവൊക്കെ ഇതുപോലെ കത്തിയുടെ തുമ്പ് വെച്ചിട്ടൊന്ന് ഇളക്കി കളയാം. ഇത് അത്യാവശ്യം കനം കൂടിയതായതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തത്. അപ്പം കനം കുറഞ്ഞ ചുരക്കയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കുരുവൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ എല്ലാ കുരുവും ഞാനൊന്ന് എടുത്ത് കളയുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം അതുപോലെ ഒന്ന് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, ഞാനിപ്പോൾ എല്ലാം ഒന്ന് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനം കുറഞ്ഞ് ചുരക്കുകയാണെങ്കിൽ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്യേണ്ട, റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുരക്കകത്ത് തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു നനവുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ല പുളി ഇല്ലാത്ത നോക്കിയുള്ള തൈര് വേണം കേട്ടോ എടുക്കാൻ ഇതിന്. അപ്പോൾ ഒരു 1.5 കപ്പോളം പുളി ഇല്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കട്ടകളൊക്കെ നമുക്ക് നല്ല പോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ പുളിയുള്ള തൈര് വെച്ചിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് എണ്ണയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നല്ലെണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അവിടെ മസാല തേച്ച് വെച്ചേക്കുന്ന ചുരക്ക കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 2 ബാച്ചായിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അത്യാവശ്യം തോനെ ഉള്ളത് കൊണ്ട് തന്നെ 2 ബാച്ചായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനി ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ദാണ്ട ഞാനെല്ലാം അത്യാവശ്യം ഒന്ന് തിരിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒന്ന് വെന്ത് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അത്രയും മതിയാവും. ഇപ്പോൾ ദാണ്ട ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം. ഇനി ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ബാലൻസും കൂടെ ഇതുപോലെ നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
അത് ഞാൻ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അങ്ങ് മാറ്റാം. ഈ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ പാനിൽ തന്നെ എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ അധികം എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അഥവാ ബാലൻസ് ഇല്ലെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഒരു ടേബിൾ സ്പൂണൊക്കെ എണ്ണ മതിയാവും. വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണൊക്കെ മുളക് പൊടിയാണ് കേട്ടോ. അതും കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റി ഈ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ദാണ്ടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കാം. ഇനി നമുക്ക് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് കുക്ക് ചെയ്യേണ്ട പരിപാടി. ഇനി നമുക്ക് കുക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ ഇനി ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളിവിടെ വേവിച്ച് അല്ല ഫ്രൈ ആക്കി എടുത്ത ചുരക്കികളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ അടിച്ചു വെച്ചിരുന്ന തൈരുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ഓണിയൻ ഉണ്ടല്ലോ വഴറ്റി വെച്ചേക്കുന്നത് അതും കൂടെ ഇതിൻ്റെ മണ്ടയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു നല്ല അടിപൊളി ഒരു ചുരക്ക തൈര് കറി മോര് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തോളൂ. അപ്പോൾ ചുരക്ക വെച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിൻ്റെ കുറവെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. പണ്ട് ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ്ങിൽ ഉരുളക്കിഴങ്ങും പിന്നെ അതുപോലെ കത്തിരിക്കയൊക്കെ വെച്ച് ഇതുപോലൊരു കറി ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.